നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ഓക്കെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാകുന്നെങ്കിൽ നമ്മളൊക്കെ കെട്ടിപ്പിടിക്കാത്ത നമ്മൾ എന്നുള്ളതാണ് ഭാര്യയെ കാണണം. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ മുത്തം കൊടുക്കാറുണ്ടോ? ആ മുത്തം കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കണ കേൾക്കുമ്പോ തന്നെ മറ്റേ എന്ത് ചെയ്തു പോകും ഇല്ലേ? ഒരു മറ്റേ നമ്മുടെ കോമഡി പ്രോഗ്രാമിന് പറയുന്നുണ്ട്, അയ്യോ അയ്യോ എന്ന് പറഞ്ഞ അമ്മ കാലുവേന എടുത്തിട്ട് പറയുമ്പോ മറ്റേ നമ്മുടെ ബിനു അടിമാലി പറയുന്നുണ്ട്, അമ്മയെ ചീത്തപ്പെടുത്തിന്റെ ഒരു അബ്ബി അത് വീട്ടിൽ പോയ മിണ്ടായിരിക്കുമ്പോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഏത് ഒന്നാമത്തെ ഇവന് കടം വരുത്തി വെക്കാൻ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഒരു സാരി എടുത്തുട്ടാ. ആ സാരിയുടെ സെലക്ഷൻ നന്നായി എന്നുള്ളത് കൊണ്ടിട്ട് എനിക്ക് ഐസ്ക്രീം മേടിച്ചു തരാൻ കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞാൽ അതിനപ്പുറം ഇനി മറ്റേ ഞാൻ കല്യാൺ ജ്വല്ലേഴ്സിനൊക്കെ പറയില്ലേ, മറ്റേ ഇതിലും അപ്പുറം സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയില്ലേ മറ്റേ ഈ പുള്ളി വന്നിട്ട്, അതുപോലെ ഇതിലും അപ്പുറമുള്ള തള്ളു സ്വപ്നങ്ങളിൽ മാത്രം. എന്റെ ഉയർച്ചയുടെ രഹസ്യം എന്റെ ഭാര്യയാണ്. അപ്പൊ ഇതൊക്കെ വെറും പ്രകടനങ്ങൾ മാത്രമാണ് എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കിയാൽ അവരവർക്ക് കൊള്ളാം. സർ, ഇപ്പൊ കെ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ളപ്പോഴും ഒരു ഫാമിലി ഇഷ്യൂ, അതും വീടുകളിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യം ചാനലുകളിൽ വന്നിരുന്നത് യൂട്യൂബ് മീഡിയ വഴി ഇങ്ങനെ എടുത്തിട്ട് അലക്കുന്നത് കാണുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ കുടുംബക്കാരുടെ ഇടയിലൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതൊക്കെ വിറ്റ് കാശാക്കുന്ന ഒരു ടീം തന്നെയാണ് എനിക്ക് ഇവരെ തോന്നിയിട്ടുള്ളത്. ഇൻ കേസ് പ്രസവം ആ കുട്ടി ഷൂട്ട് ചെയ്തപ്പോൾ പോലും, ദിയയുടെ പ്രസവം ഷൂട്ട് ചെയ്തപ്പോൾ ഞാനതൊരു ശരിക്കും കണ്ടതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ടാണ്. പ്രസവിച്ചിട്ടില്ല. അതെ, പക്ഷെ ശ്വേതാ മേനോൻ കളിമണ്ണിൽ പ്രസവം ഷൂട്ട് ചെയ്തു. പക്ഷെ ആ സമയത്ത് തോന്നാത്തതുപോലെ ദിയയുടെ ഒരു പ്രസവത്തിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു കുറെ ആൾക്കാർക്കെങ്കിലും കുറച്ച് അവയർനെസ് കിട്ടുന്ന ഒരു സാധനമായിട്ട് തന്നെയാണ്, എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ട് തന്നെയാണ് ഞാൻ അതിനെ കണ്ടിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് വരുന്ന ഓരോ ഇച്ചന്റെ എവറി കാര്യങ്ങളും ഫാമിലി മൊത്തം ഒരു യൂട്യൂബിന് മുമ്പ് ജീവിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്ക് മുമ്പ് ജീവിക്കുന്ന ഒരു ഫാമിലി. പക്ഷെ അവരുടെ വീടിനകത്തുള്ള അമ്മൂമ്മയുടെയും മക്കളുടെയും പ്രശ്നങ്ങൾ വരെ ചാനലുകളിൽ വന്നിരുന്നിങ്ങനെ അലക്കുന്ന കാണുമ്പോൾ ഈ പ്രശ്നം ഇപ്പൊ CCTV ഫുട്ടേജ് ഒരിക്കലും പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളിലേക്ക് കൂടി പോവാണ്. എന്താണ് ഇവരുടെയൊക്കെ ഒരു ഇന്റൻഷൻ? എന്താണ് ഈ വിഷയം? അല്ല, ഇന്റൻഷൻ എന്നൊക്കെ പറയുന്നത് ഇതിന്റെ റീച്ച് തന്നെയാണ്. ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഈ അവനവനെ തന്നെ വിറ്റ് ജീവിക്കുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷെ ആ ആളുകൾക്ക് പോലും ഒരു യഥാർത്ഥത്തിലൊരു മറയുണ്ട്. കാരണം അവരൊക്കെ കാണിക്കുന്ന അവരുടെ യഥാർത്ഥ സ്വഭാവമില്ല. അവരൊക്കെ വളരെ പോളിഷ്ഡ് ആയിട്ട് ഈ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ വളരെ ഭംഗിയായിട്ട് അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുത്തനെ ഗൾഫ് പോലീസ് ഗൾഫിലെ രാജ്യത്ത് ഓടിച്ചിട്ട് പൊക്കിയിട്ടുണ്ട്. അവൻ മറ്റേ ഇടക്ക് OG സുനിലിനെതിരെയും പിന്നെ മരട് അനീഷിനെതിരെ അങ്ങനെ പലർക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവൻ പക്ഷേ മറ്റേ മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടമായിരുന്നു അവന്റെ മുഖമുദ്ര. പക്ഷെ ഇടക്ക് വെച്ച് ആരോ ഹാക്ക് ചെയ്ത് ലാപ്ടോപ്പ് ഓണാക്കി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈവില് ഇവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് പുറത്തേക്ക് പോകും. അപ്പൊ ഞാൻ പറയണത് അത്തരത്തിൽ ഇവർക്ക് തന്നെ ഒരു മറയുണ്ട്. കാരണം ഇവര് പുറമെ പറയുന്നതും അകത്ത് ചെയ്യുന്നതുമായിട്ടൊന്നും ഒരു ബന്ധം ഉണ്ടാവും, അഭിനയമാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ കെ ഫാമിലിയിൽ പറ്റിയേക്കണ എന്താണെന്ന് വെച്ചാൽ ഈ അഭിനയം മുഴുവൻ തകർന്ന് തരിപ്പണമായി. ഏതാണ്ട് കാര്യങ്ങൾ പുറത്തേക്ക് വന്നേക്കണേ. സത്യത്തില് വലിയ സങ്കടമുണ്ട് എനിക്ക്. കാരണം ഞാനിപ്പോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പോലും നമ്മൾ അവരെ കുറച്ചുകൂടി അവരെ രൂക്ഷമായിട്ട് പരിഹസിച്ചിരുന്നു. പക്ഷെ ഇത്തവണ ഞാൻ അങ്ങനെ പരിഹസിക്കുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഒരാവശ്യമില്ല ഈ സിന്ധു കൃഷ്ണകുമാറിന് ഈ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ആയിട്ട് പുറത്തോട്ട് വരേണ്ട ഒരു ആവശ്യം. കാരണം ആ വിഷയം ഏതാണ്ട് കെട്ടടങ്ങിയതാണ്. അത് അവിടെ വെച്ച് അങ്ങോട്ട് നിൽക്കട്ടെ, അത് പോട്ടെ എന്നുള്ളത് വിചാരിച്ചാൽ മതി. പക്ഷെ ഇപ്പൊ അവര് വന്നിട്ടൊരു ന്യായീകരണം ഇട്ടു എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. ഒരു വ്ളോഗ് ചെയ്തു, അതിലവർ പറയുന്നത് എനിക്കിങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും പറയാനൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങള് ഇവരോട് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് താങ്കൾ പറഞ്ഞ പോലെ റെഡിറ്റിൽ പ്രചരിക്കുന്ന ആ ഒരു വീഡിയോ, ഇപ്പൊ റെഡിറ്റിൽ നിന്ന് അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ റെഡിറ്റിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ഇത് സ്വന്തം ഫാദറിനെ മദർ തല്ലാൻ പോകുന്ന അല്ലെങ്കിൽ തല്ല് കൊള്ളുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല, പക്ഷെ തല്ലാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ വാഷ് ചെയ്തിട്ടിരിക്കുമ്പോൾ എന്നാണ് തല്ലാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ പുറത്തേക്ക് വരികയാണ്. ഇതൊക്കെ പുറത്തേക്ക് വിട്ട് നിങ്ങളുടെ ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഒരു മകൾ എന്നൊക്കെയുള്ള നിലക്ക് അവരുടെ വലിയ ദയനീയത കൂടിയാണ്. കാരണം അങ്ങനെ ഒരു സ്വന്തം അമ്മയെ അച്ഛനെ കുറ്റം പറഞ്ഞ് തെളിയിക്കേണ്ട ആ ബാധ്യതയിലേക്ക് ഒരു മകൻ എത്തിച്ചേരുക അല്ലെങ്കിൽ ഒരു മകൾ എത്തിച്ചേരുക എന്ന് പറയുന്നത് വലിയ ദുരന്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിലേക്ക് അവർ എത്തിപ്പോയി. പക്ഷെ എങ്കിൽ പോലും ഇത് വീണ്ടും എടുത്ത് മലർന്നു കിടന്ന് തുക്കുക എന്ന് പറയുന്ന ഒരു പണി ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി ഇത് കൂടാതെ ഇതുമൊക്കെ അമ്മ ഇങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടി എന്റെ അമ്മ വെറും മറ്റേ ഒരു ശ്രീനിവാസനോട് സിനിമ പറയണ്ടേ, എന്റെ അച്ഛൻ നല്ലത് മാത്രം വരുത്തണേന്ന് പറഞ്ഞിട്ട് അയാൾ വെറും അലവലാതിയാണ് പൈസ എന്ന് പറയുന്ന കേസുണ്ട്. അതേപോലെ സിന്ധു കൃഷ്ണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിന്ധു കൃഷ്ണ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ഇതിട്ട് കൊടുത്തു. ഇനി ഇത് കൂടാതെ വേറൊരു മെസ്സേജ് ഉണ്ട് അതിനകത്ത്.
ആ മെസ്സേജ് ഭീകരമാണ്, ഞാനിവിടെ പറയുന്നില്ല. അതായത് ഫാദറിന്റെ ഒരു രീതി അനുസരിച്ച് ഫാദറിനെ ബെഡ്റൂമിലേക്കൊന്നും കയറ്റില്ലായിരുന്നു, മറ്റേ സോഫയിൽ കിടത്തിയാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഫാദർ ഈ സിന്ധു കൃഷ്ണയുടെയൊക്കെ വീട്ടിലേക്ക് വരുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം പോലും വളരെ മോശമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നില്ല. അതിപ്പോ അത്രയും വൃത്തികെട്ട രീതിയിൽ ഇവരെ കുറിച്ചും ഈ അഹാനയെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അഹാനക്ക് ദേഷ്യം വരുന്നതൊക്കെ സ്വാഭാവികമാണ്. ഞാൻ പറയുന്നത് ഇത്രയും വളരെ മോശപ്പെട്ട അതാ ഈ അമ്മുമ്മ ചില ആളുകൾ എന്നോട് വിളിച്ചു പറഞ്ഞാൽ അവരുടെ വോയിസ് ക്ലിപ്പുകൾ ഉണ്ട്, അവരത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതാണ്. ഞാൻ പറഞ്ഞത് അതൊന്നും ശരിയാണ്. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു, നിങ്ങൾ അവരെങ്കിൽ പിന്നെ നോക്കണ്ട. ആ കാനഡയിലുള്ള പുള്ളിക്കാരി അങ്ങോട്ട് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് വിട്ടുകളയും. ഒന്ന്. രണ്ടാമത്തെ കേസ് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യൂ, അല്ലെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾ കുറച്ച് പണം വേണമെങ്കിൽ അവർക്കൊക്കെ അമ്മമ്മയുടെ ചെലവിന് ഞങ്ങളും കൂടി കുറച്ച് പണം അയച്ചു തരാം എന്നങ്ങോട്ട് പറയേണ്ട ആവശ്യമുള്ളൂ. ഇതൊന്നും അല്ലാതെ ഈ പറയുന്ന ഇത് രീതിയിൽ ഇതിട്ട് അലക്കേണ്ട ആവശ്യമില്ല. ഇത് അലക്കിയതിന്റെ അടുത്ത ഡേഞ്ചർ എന്താണെന്നറിയാമോ താങ്കൾക്ക്? ഇനി ഇങ്ങനെ ഇവര് നിരവധി കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഏതാണ്ട് ഇപ്പൊ അമ്മൂമ്മ മോശമായിട്ടിരിക്കുകയാണ്, ഒരു സംശയമില്ല. അപ്പൊ കുറെ ആളുകൾക്കെങ്കിലും ഇവര് ചെയ്തത് ശരിയാണ്, കാരണം ഇത്രയും വൃത്തികേട് പറയുന്ന ഒരാളെ നമ്മള് ചെയ്യണമെന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന്റെ അടുത്ത സ്റ്റേജ് എന്താന്ന് കൂടി ആലോചിച്ചിട്ടുണ്ട്. അമ്മുമ്മ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞത് അമ്മുമ്മ കൂടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇനി അമ്മുമ്മ ഒരു വിശദീകരണമായിട്ട് വന്ന എന്തായിരിക്കും? അതെ, ബാക്കിയും കൂടെ ഈ പറഞ്ഞതിന്റെ ഒരു വിശദീകരണം ഞാൻ ഇങ്ങനെ പറയാൻ ഇന്ന കാരണങ്ങളാണെന്ന് പറഞ്ഞാൽ എനിക്കുള്ള അവർക്ക് പറയാൻ പറ്റില്ല, അത് വേറെ എന്തെങ്കിലും ന്യായീകരണം പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അമ്മയ്ക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്തൊരു അവസ്ഥയാണ് ഈ പറയുന്ന പോലെ എത്തിച്ചേർന്നേക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കുക. ഞാൻ സിന്ധുവിനോടൊക്കെ വളരെ സ്നേഹത്തോടെ എനിക്ക് പറയാനുള്ളത് ഈ പരിപാടി അവസാനിപ്പിക്കുക. അല്ലാതെ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവര് കഴിഞ്ഞ തവണ ഈ ഡ്രസ്സ് മുഴുവൻ എടുത്തിട്ട് പോയതിന് ഇവര് ന്യായീകരിക്കുകയാണ്. കാരണം ഇവര് പറയുന്നത് അമ്മ ഒരു ദിവസം വീട്ടിൽ വന്ന് നിന്നു, അപ്പൊ മറ്റേ ഇതിനാണ് വന്ന് നിന്നത്, മറ്റേ പ്രളയത്തിനോ മറ്റേ കൊറോണ പീരീഡിനാണ് വന്ന് നിന്നപ്പോ അമ്മക്കൊരു എന്താണ് സൽവാർ കമ്മീസോ ചുരിദാറോ എന്തോ മേടിച്ചു കൊടുത്തു. അപ്പൊ അതിട്ടപ്പോ എല്ലാവരും നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇടക്കിടക്ക് ഞാൻ അങ്ങനെ മേടിച്ച് കൊടുക്കും. എന്നിട്ട് അതൊക്കെ ഒരു ദിവസം സുപ്രഭാതത്തിൽ എടുത്തിട്ട് വന്നെന്ന് പറയണം. ആ സുപ്രഭാതത്തിൽ എടുത്തിട്ട് പോന്നെങ്കിൽ അത് അവരുടെ പെർമിഷനോടുകൂടി എടുത്തിട്ട് പോന്നെ ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത്ര എക്സ്പ്ലനേഷൻസ് ഒന്നും ഇനി കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അവര് തമ്മിൽ സംസാരിച്ചത് ഏതാണ്ട് സോൾവ് ചെയ്ത കാര്യമാണ്. ഇനി ഏറ്റവും വലിയൊരു ഡയലോഗ് കൂടി ഉണ്ട്. അതൊക്കെയാണ് ഞാൻ പറയണത്. ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരു പൈപ്പിഞ്ഞോട്ടിൽ നിന്ന് വർത്താനം പറയുന്ന, കലിങ്കിൽ നിന്ന് വർത്താനം പറയുന്ന, ലാഘവത്തോടുകൂടി നിങ്ങൾ വർത്താനം പറയരുത്. കാരണം ഇത് അവിടെ കിടക്കാൻ പോകുന്ന സംഭവമാണ്. നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് വെച്ചോ. ഇതിപ്പോ ഒരു 500 പേരെങ്കിലും ഏറ്റവും കുറഞ്ഞത് അത് ഡൗൺലോഡ് ചെയ്ത് ഇവര് പറയുന്ന അടുത്ത വാചകം എന്താ? ശരിക്കും പറഞ്ഞാൽ എനിക്കില്ലേ വിജയുടെ സെന്റൻസ് ആണ് ഓർമ്മ വന്നത്. വിജയ് ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റേ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ വീട്ടിലും ഓരോ ഗവൺമെന്റ് ജോലി. അപ്പൊ അതേപോലെ ഇവര് പറയണം ഓരോ വീട്ടിലും ഓരോ അമ്മു വേണമെന്നുള്ളതാണ് ആളുകളുടെ ആവശ്യം. ശരിക്കും പറഞ്ഞാൽ ഓരോ വീട്ടിലും ഓരോ അമ്മ മാത്രമല്ല, ഇവരുടെ വീട്ടിൽ നിന്നുള്ള ഓരോ അമ്മുവും പിന്നെ അമ്മൂമ്മയും പിന്നെ കുഞ്ഞമ്മയും കൂടി വേണമെന്നായിരിക്കും ആളുകൾ എന്ത് ചെയ്യും. എന്താണ് ഇവരിപ്പോ പറയണത്? ഞാൻ പറഞ്ഞ ഞാൻ അവരെ കുറ്റപ്പെടുത്തൊന്നുമില്ല, ഞാനിത് കളിയാക്കി പറഞ്ഞല്ല. ശരിക്കും പറഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം അവരുടെ മകള് നല്ലതായിരിക്കും. എന്നെ സംബന്ധിച്ച് എന്റെ മകൻ വളരെ നല്ലതായിരിക്കും. ചിലപ്പോൾ എന്റെ വൈഫിന് അല്ലെങ്കിൽ എന്റെ അമ്മക്ക് ചിലപ്പോൾ ഞാൻ വളരെ മതിച്ചാണ്. പക്ഷെ ഇതൊക്കെ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോൾ അത് ട്രോളിന് ഇരയാക്കപ്പെടും, അല്ലേ? ഇപ്പൊ സിന്ധു കൃഷ്ണകുമാറിനെ സംബന്ധിച്ചോളം ശരിയാണ്, അമ്മക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അമ്മുമ്മയോട് ഫൈറ്റ് ചെയ്യുന്ന അമ്മ. സിന്ധു അങ്ങനെ കഴിഞ്ഞോളം പറഞ്ഞിട്ടുണ്ട്, എന്റെ അമ്മക്ക് അങ്ങനെ വലിയ ഭാഗ്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, കാരണം അവരുടെ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോയത് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ചിലപ്പോൾ ശരിയായിരിക്കും, നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അമ്മയെ കുറെ കൂടി നന്നായി ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. പക്ഷെ ചേർത്ത് പിടിച്ചത് നിങ്ങൾക്ക് മാത്രമാണ്, മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഐശ്വര്യയോടൊക്കെ പറയുന്നത്, താങ്കളാണെങ്കിലും ഞാനാണെങ്കിലും ശരി, എന്റെ മകൻ സൂപ്പറാണെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാം. പക്ഷെ അങ്ങനെ തോന്നിയിട്ട്, അല്ലെങ്കിൽ എന്റെ മകൾ സൂപ്പറാണെന്ന് എനിക്ക് തോന്നാം. എന്റെ ഫാദർ ഏറ്റവും ലോകത്തെ ഏറ്റവും കിട്ടുന്ന പല ആളുകളും പറഞ്ഞിട്ടില്ലേ, എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ ഫാദർ എനിക്ക് ഹീറോ ആയിട്ട് നമുക്ക് തോന്നാം. എന്റെ അമ്മ അതുപോലെ, അമ്മയില്ല ലോകത്ത് വേറെ ഉണ്ടാവില്ലെന്ന് തോന്നാം. അപ്പൊ ഇതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുമ്പോൾ ആളുകൾക്ക് അവരെ കുറിച്ച് പോലും ചീത്ത പറയാനുള്ള ഒരു സാഹചര്യം. അതെ, ഇവർക്കെതിരെ വരുന്ന വിമർശനങ്ങൾ അവർക്ക് ഒരിക്കലും റിട്ടേൺ ചെയ്യേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ അവരായിട്ടാണ് ഇവരുടെ കാര്യങ്ങൾ പുറത്ത് തുറന്ന് കാണിക്കുന്നത്. അല്ല, ഇതിലേക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ നമുക്കത് വിമർശിക്കാനും ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളായിരിക്കും. എന്റെ പൊന്ന്, ഞാൻ ഈ ചില ആളുകളിലൊക്കെ യൂട്യൂബ് വീഡിയോ ഒക്കെ ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് നമുക്ക് ആകെ അത്ഭുതമാണ് തോന്നുന്നത്. ഇപ്പൊ ഈ വീഡിയോയിൽ തന്നെ ഞാൻ വേറൊരു പുള്ളിയുടെ വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ പുള്ളി പറയുന്നുണ്ട്, ഇത് ഈ അമ്മുമ്മേനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഈ യൂട്യൂബർ തന്നെ ഇരുന്ന് പറയുന്നുണ്ട്, ഞാനൊക്കെ വെറും കാട്ട് കഴിവേറിയാണെന്നോ. പക്ഷെ എന്റെ കൊച്ചുങ്ങൾ പോലെ എന്റെ അമ്മൂമ്മയോട് ഇങ്ങനെ പറഞ്ഞാൽ അടിച്ച് ചെയ്യാനായിട്ട് ഒപ്പമായിരുന്നു പറഞ്ഞത്. പുള്ളി പറഞ്ഞത് പുള്ളി എന്നെ വളരെ മോശക്കാരാണ്, പക്ഷെ കൊച്ചുങ്ങളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കില്ലെന്നാണ്. യഥാർത്ഥത്തിൽ ഈ ഇഷ്യൂ അങ്ങനെ സോൾവ് ആയി പോയതാണ്. പിന്നെയും എടുത്തിട്ട്
ഏത് അത് ഏറ്റവും ഒടുവിൽ എന്നിട്ട് ഈ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് നിന്ന് മറ്റേ അഹാനയെ കണ്ടിട്ട് ആളുകളൊക്കെ പറയുന്നുണ്ട് എല്ലാ വീട്ടിലും ഓരോ ഏത് റേഷൻ കട വഴി കൊടുക്കുവോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും. എന്താണ് ഇവര് പറയണത്? എല്ലാ വീട്ടിലും ഓരോ അമ്മ. അല്ല ഞാൻ പറഞ്ഞ അവരൊരു അമ്മ എന്നുള്ള നിലക്ക് ഞാൻ അവരെ ബഹുമാനിക്കുന്നു. കാരണം അവരുടെ മകളെ കുറിച്ച് അത്രയും നല്ല ഇപ്പൊ ഞാൻ പ്രൗഡായിരിക്കുന്നത്. എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് പേരറിയാം അമ്മയെ കുറിച്ച്. ഇപ്പൊ എന്റെ കൂടെ തന്നെ ബിസിനസ് ചെയ്യുന്ന കൂടെ എന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് സർക്കിളിലുണ്ട്. അപ്പൊ അവനെ കുറിച്ച് അവന്റെ ഫാദറിന് ഭയങ്കര മതിപ്പാണ്. കാരണം അവൻ ഭയങ്കര ബ്രില്യന്റ് ആണ്, ബിസിനസ്സിൽ ഭയങ്കര ഗംഭീരനാണ്, ഇതാന്നൊക്കെ തോന്നലുണ്ട്. ഇത് പുള്ളി എന്നോട് പറയുമ്പോ കുഴപ്പമില്ല, മനസ്സിലായി, ഞാനത് സഹിക്കും. കാരണം ഞാൻ അവനെ കുറിച്ച് എനിക്കറിയാം, ഇതും അറിയാം. അവൻ എന്നോട് പറയണം നീ ഇത് കാര്യമായിട്ടൊന്നും എടുക്കലേട്ടാ, പുള്ളി വെറുതെ എന്ത് ചെയ്യുന്നതാണ്. അല്ല അതിന്റെ കാര്യമുണ്ട്. എന്താ പറയാ, പുള്ളി വളരെ സാധാരണ ജീവിതത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പൊ ഇവൻ പഠിച്ചു എഞ്ചിനീയറായി, ഇവൻ MBA കഴിഞ്ഞു, അപ്പൊ ജോലി കിട്ടി. അപ്പൊ പുള്ളിയെ സംബന്ധിച്ച് എല്ലാം അത്ഭുതമാണ്. മകൻ നേടിയ എല്ലാ നേട്ടങ്ങളും പുള്ളിയെ സംബന്ധിച്ച് അത്ഭുതമാണ്. മനസ്സിലായി. അവൻ അമ്മേനെയും അച്ഛനെയൊക്കെ നന്നായി ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ത് ചെയ്തു, ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് എന്റെ ഭാര്യ സൂപ്പറാണെന്നോ അല്ലെങ്കിൽ എന്റെ ഇത് സൂപ്പറാണെന്നോ, ഇനി എന്റെ ഭാര്യ മറ്റേ 50-500 പേരുടെ വീഡിയോയിൽ ഇരുന്നിട്ട് എന്റെ ഭർത്താവ് സൂപ്പർ, ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യം ഇല്ല. അതിനുള്ള ബോധം സത്യത്തിൽ ഈ സിന്ധു കൃഷ്ണകുമാറിന് ഇല്ല കേട്ടാ. കാരണം ഇവര് വേറൊരു കമന്റ് കൂടി, ഇവർക്കെതിരെ ഇപ്പൊ വേറൊരു വലിയ ലെങ്തി ആയിട്ടുള്ള ഒരു കമന്റ് വന്നിട്ടുണ്ട്. അത് ഇവര് ഡിലീറ്റ് ചെയ്തു. അതെന്താ വെച്ചാൽ ഇവര് പലപ്പോഴും വളരെ മോശമായിട്ട് ഇവര് ഈ ചില കോമ്പറ്റീഷൻ ഒക്കെ പങ്കെടുക്കുമ്പോൾ നടുക്ക് അഹാനയെ നിർത്താൻ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ അവരെ ബുള്ളി ചെയ്തിരുന്നു, മോശമായിട്ട് പെരുമാറിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കമന്റ് വന്നു. അതൊക്കെ ശരിയുമായിരിക്കട്ടെ. കാരണം എന്താ പറയുക, ഇവരുടെ പല വാചകം, ഞാനിപ്പോ ഒരു 50 വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇവരുടെ പല വാചകങ്ങളിൽ ഇവർ പറയുന്ന പല വിവരക്കേടുകളൊക്കെ ഉണ്ട്. അത് ഈ കാലഘട്ടത്തിന് ചേരാത്തതാണ്. ഇവർ പറയുന്ന ഒരു വാചകം നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നാം. ഇവർ പറയുന്നുണ്ട് മറ്റേ എന്റെ മക്കളൊക്കെ മെലിഞ്ഞിരിക്കണം, അതുകൊണ്ട് വലിയ വൃത്തികേട് വൾഗറായ. ഇത് നമ്മുടെ സാമാന്യ ബോധമാണ് കുട്ടികളൊക്കെ. അല്ല, ഇത് സാമാന്യ ബോധമാണ്. നമ്മുടെ ഇവിടെയുള്ള ആളുകൾ ഇപ്പൊ പാറ്റിയായിട്ടുള്ള പിള്ളേർക്ക് പോലുള്ള ഒരു സാമാന്യ ബോധം. ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഏത് ഡ്രസ്സ് ഇടാൻ പറ്റുന്ന ലെവലിൽ മെലിയണമെന്നാണ്. അപ്പൊ മെലിയണമെങ്കിൽ ഏത് ഡ്രസ്സ് ഇടണം. സത്യത്തിൽ നമ്മളിവിടെ വിട്ടിട്ട് US ഓസ്ട്രേലിയയിലോ ആഫ്രിക്കയിലോ ഒക്കെ ചെന്നാൽ അവിടേക്ക് ഏത് ഡ്രസ്സ് കൂടി ഇടും. പിന്നെ ഇതൊക്കെ വളരെ നമ്മളാണ് ഭയങ്കരമായി ഈ വിദേശത്തുള്ള ആളുകളൊന്നും ഡ്രസ്സ് ഇങ്ങനെ ആയിരിക്കണോ അങ്ങനെ ആയിരിക്കണോ എന്ന് ചിന്തിക്കുന്നില്ല വലുതായിട്ട്. ഒരു സൗന്ദര്യബോധമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളാണ് ഭയങ്കര ഓവറായിട്ട് ഇതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. അപ്പൊ അവര് പറയുന്നത് അപ്പൊ അതായത് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട്ലി പറയണത് തടിച്ചിരുന്ന മോശം എന്നാണ്. മനസ്സിലായി. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും പുള്ളിക്കാരിക്ക് ഒരു ബോധമില്ല, ആ വീട്ടുകാർക്ക് തന്നെ ബോധമില്ല. കാരണം അതുകൊണ്ടാണല്ലോ കൃഷ്ണകുമാർ പറഞ്ഞത് എന്റെ മറ്റേ വീട്ടിലിരുന്ന് നിൽക്കുമ്പോ ആളുകൾക്ക് കുഴി കുത്തി, സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ട് കുഴി കുത്തി അവർക്ക് ഇല വെച്ച് അതിനകത്ത് കഞ്ഞി കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ പുറത്ത് നാണക്കേടാണ് വേണ്ടത്, മനസ്സിലായി. പക്ഷെ നമ്മുടെ ഇപ്പൊ ഒരു വരേണ്യ ബോധം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഭയങ്കര ജീവിച്ചിരുന്നു. ഇപ്പൊ ഞാൻ തുറന്നു താങ്കളോട് പറഞ്ഞാൽ എന്റെ ഒരു സുഹൃത്ത് ഒരു തവണ എന്നോട് പറഞ്ഞു ഞങ്ങൾ RC ആണെന്ന് പറഞ്ഞു, റോമൻ കാത്തലിക്. എന്നിട്ട് അടുത്ത ഡയലോഗ് എന്നോട് പറഞ്ഞു ശരിക്കും ഞങ്ങൾ ബ്രാഹ്മിൻസ് ഇങ്ങോട്ട് മതം മാറിയതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള മണ്ടൻ ബോധങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ നാട്ടിലിപ്പോ ഒരുപാട് വരുന്നുണ്ട്, മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഇവര് BJP-യിലാണ്. അതുകൊണ്ട് നല്ല കാര്യം. ഇപ്പൊ BJP-യിൽ മറ്റേ പുള്ളി പറഞ്ഞില്ലേ ബ്രാഹ്മണനായി ജനിച്ചിട്ട് വേണം എനിക്ക് പൂജ. എടോ താനിവിടെ കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുന്നത് സരേഷ് ഗോപി അറിയേണ്ടത് ഇവിടെ കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുന്നത് താനിത് എല്ലാവർക്കും പൂജ ചെയ്യാനുള്ള അവസരം ഒപ്പിച്ചു കൊടുക്കാനുള്ള ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പുള്ളി പറയുന്നത് അതല്ല, ബ്രാഹ്മണന് എന്ത് ചെയ്യണം, ആയി ജനിക്കണം, എന്നിട്ട് പൂജ. സത്യം പറഞ്ഞാൽ ശബരിമല കാണിക്കുന്ന പോലും തെറ്റാണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞു. ബ്രാഹ്മണനല്ല, ഏതൊരു മനുഷ്യനും പൂജ ചെയ്യാവുന്ന ലെവലിലേക്ക് സാധനം എത്തിച്ചാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ ഗുണമാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. പറഞ്ഞതുപോലെ ഉറപ്പായിട്ടും അത് പറയുന്നത് കൃഷ്ണകുമാർ ഏറ്റവും കൂടുതൽ ലജ്ജിക്കേണ്ട ഒരു കാര്യമാണ് ഈ കുഴികുത്തി ഭക്ഷണം കൊടുത്തു. അല്ല എന്നിട്ട് പുള്ളിയുടെ അല്ല ഇവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ബോധം ഒന്ന് കേൾക്കണം. ഏത് ഞാൻ അങ്ങനെ കൊടുത്തു, അപ്പൊ കൊടുക്കുമ്പോ എനിക്ക് കൊതി വരുമായിരുന്നു. എന്തിനു കൊതിക്കണേ, വീട്ടിനകത്തിരിക്കണേ, എടുത്ത് കുടിച്ചുകൂടെ. ഇനി അതല്ല ഒരു കുഴിയും കൂടി കുത്തണമെങ്കിൽ ഞങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ട്. താനൊരു കുഴി കുത്ത്. ഇയാളുടെ എന്ത് വേഷം കെട്ടി പറഞ്ഞ താൻ കുഴി വീട്ടിലെ പറമ്പ് ഒരുപാടുണ്ടെന്നാ പുള്ളി പറഞ്ഞ ഒരു കുഴിയും കൂടി എന്തി കുത്ത്, എന്നിട്ട് താനം കയറി ഇരിക്ക്, അല്ലെങ്കിൽ കഞ്ഞു കുടിക്ക്, അല്ലെങ്കിൽ അതിനകത്ത് കിടക്ക്. അല്ല, ഇത്തരം കാര്യങ്ങളെയൊക്കെ മാറ്റിമറിക്കാൻ പറ്റുമ്പോഴാണ് അയാൾ അത് പ്രൗഡായിട്ട് വന്ന് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ പറയേണ്ട, മാതൃകയാവാൻ വേണ്ടിയിട്ട്. ഈ സോഷ്യൽ മീഡിയയുടെ മുമ്പിലല്ലേ ഇതൊക്കെ. ഈ നമ്മള് ഇല്ല സുരാജ് വെഞ്ഞാറമൂടിന്റെ സിനിമ പറഞ്ഞ പോലെ എത്രയൊക്കെ തന്നെ മുഖത്ത് മറ്റേ ജെന്റിൽനെസ് വാരി പൂശിയാലും ഉള്ളിലുള്ള ഫ്രോഡത്തരം പുറത്തു വരുമെന്ന് തോന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇത്. മോഹൻലാൽ ഒരു തവണ പറഞ്ഞില്ല കൊറോണ സമയത്ത്, ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം, നിങ്ങൾ ഒരിക്കലും മറ്റേ അന്യരായിട്ട് ഇത് ചെയ്യരുത്, നമ്മൾ പുറത്തേക്കൊന്നും പോകരുത്, കാരണം വളരെ സൂക്ഷിക്കണം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും സാധനം മേടിക്കും, അത് ഞാൻ സർവൻസ് ഉണ്ട് അവരെ പറഞ്ഞു കൊടുക്കും.
അതെ അവർക്ക് കൊറോണ പിടിച്ചാലും കുഴപ്പമില്ലെന്നാണ് പുള്ളി അറിയാതെ പറഞ്ഞു പോയത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ അഭിനയമൊക്കെ ഒരു പരിധി വരെ എന്ത് ചെയ്യുള്ളൂ, നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഇനി സത്യത്തിൽ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് അറിയാമോ? ഞാനിപ്പോ സത്യം പറഞ്ഞ ഈ അമ്മുമ്മയൊക്കെ, അതായത് ഓരോ വീട്ടിലും ഓരോ ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞ പോലെ ഓരോ വീട്ടിലും ഓരോ അമ്മൂമ്മ വേണ്ട, നമുക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ സത്യത്തിന് ഈ ഇവരുടെയൊക്കെ ലൈഫ് സ്റ്റൈല് കണ്ടിട്ട് ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ട് ഈ ഓബൈ താമരയെ പോയി ഫുഡ് കഴിക്കുന്നു, മറ്റേ അവിടെ പോയി ഇത് ചെയ്യുന്നു, മറ്റേ മലേഷ്യയിൽ പോകുന്നു, സിംഗപ്പൂര് പോകുന്നു, ഇതൊക്കെ വലിയ ജീവിതമാണെന്ന് വിചാരിച്ച് ഇവരൊക്കെ സുഖ സൗകര്യങ്ങളോട് ജീവിക്കുകയാണ്. നമുക്കങ്ങനെ ജീവിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഗദ്ഗതപ്പെട്ട് ഇവരുടെ വീഡിയോ കണ്ടിട്ടിരുന്ന അണ്ട് ചേച്ചി അടിപൊളി സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് ഇട്ടുകൊണ്ടിരുന്ന ആളുകളെ സംബന്ധിച്ച് എനിക്കൊരു കാര്യം പറയാണ്ട്, അവരോട് നിങ്ങളാണ് സന്തോഷത്തിൽ ജീവിച്ചത്. സത്യം. കാരണം ഇതുപോലെയുള്ള പ്രശ്നങ്ങളില്ല. ഇതുപോലെയുള്ള അപ്പൂപ്പനില്ല, അമ്മുമ്മയില്ല, ഇതുപോലെയുള്ള വാചകങ്ങളില്ല, ഒരു തലവേദനയും ഇല്ല. ശരിക്കും നമ്മുടെ സ്വന്തം വീട്ടിലെ കഞ്ഞിയും പയറും കഴിച്ച് നമ്മൾ സമാധാനമായി കിടന്നുറങ്ങിയിരുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇവരെ പോലെയൊക്കെ ആകണം, അല്ലെങ്കിൽ അങ്ങനെ ആകണം, ഇങ്ങനെ ആകണം എന്നൊക്കെ വിചാരിക്കേണ്ടത്. ഒരു മനുഷ്യൻ പറഞ്ഞതുപോലെ, ഒരു യൂട്യൂബർ തന്നെ പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഇവർക്ക് യൂട്യൂബില് സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഹേറ്റേഴ്സ് ഉള്ളൂ എന്നാ. പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്ന കാര്യം അവരുടെ കുടുംബത്തിൽ പോലും ആർക്കും ഇവരെ കണ്ടെടുത്താൽ കണ്ടുകൂടാന്നുള്ള ഒരു അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ പോണേ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരെല്ലാ കാര്യങ്ങളും വിറ്റ് ജീവിക്കുന്ന ഒരാളാണ്. സോഷ്യൽ മീഡിയ ഓക്കെ, അവർക്ക് റീച്ച് കിട്ടുന്നുണ്ട്, അവരുടെ പണത്തിന്റെ സോഴ്സും ഒക്കെ അവർ പറയുന്നുണ്ട്. സിന്ധുകൃഷ്ണ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഇത്ര രൂപ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ആദ്യമൊക്കെ എനിക്ക് ഇത്രേ കിട്ടിയിരുന്നുള്ളൂ, പിന്നെ ഹൈപ്പ് കിട്ടുന്നുണ്ട്. അവരുടെ ഈച്ച് ആൻഡ് എവറി ഒരു ആലോചിച്ച് നോക്കൂ, 4 പെൺകുട്ടികളും അമ്മ എല്ലാവർക്കും. ഒരു വീട്ടില് ഒരു അമ്മ മാത്രമല്ല, ഒരു വീട്ടിൽ 5ഉം 6ഉം എത്ര പേരുണ്ട്, അവർക്കൊക്കെ യൂട്യൂബ് ചാനൽ കൂടി വേണമെന്ന് അവർ പറയണേ. അല്ല, ഇതില് ഈ വീഡിയോയില് ഏറ്റവും ലാസ്റ്റത്തെ വീഡിയോയില് സിന്ധുകൃഷ്ണ വലിയ തോതില് ശരിക്കും പറഞ്ഞാൽ ഇത്രയും മോശമായിട്ടൊക്കെ സംസാരിച്ച അമ്മുമ്മ അല്ലെങ്കിൽ അമ്മ, അപ്പൊ അച്ഛൻ, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണല്ലോ. എന്നിട്ട് സിന്ധുകൃഷ്ണ ഈ വീഡിയോ പറയണത് എന്താണെന്നറിയാമോ? ഇത്രയൊന്നും അഭിനയത്തിന് ആവശ്യമില്ലെന്ന് നമ്മൾ ഈ വീഡിയോ പറയണത്. എനിക്ക് ആദ്യമായിട്ടൊരു വരുമാനം കിട്ടി, അതിനു മുമ്പ് ഞാൻ എന്റെ കുടുംബത്തിലേക്ക് ചെലവിനെ കൊടുക്കണമെന്നുണ്ടാകുമ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു ആഡ് ഏജൻസി ഉണ്ട്, ആഡ് ഏജൻസി എന്നുള്ള വരുമാനം എടുത്ത് കൊടുത്തുകൊണ്ടിരുന്ന. പക്ഷെ അന്നേരം എനിക്കൊരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഗിൽറ്റ് ഫീലിംഗ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് യൂട്യൂബ് വരുമാനം കിട്ടി തുടങ്ങി. അപ്പൊ ആദ്യത്തെ കാര്യം എന്റെ മനസ്സിലേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്റെ പാരന്റ്സിനെ ഇനി എനിക്ക് മര്യാദക്ക് നോക്കാമല്ലോ എന്നുള്ളതാണ്. ഇപ്പൊ ഈ തെറി പറഞ്ഞ് കിട്ടുന്ന ക്യാഷും ഇതേ പാരന്റ്സിനെ നോക്കാനായിട്ട്, അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് കൂടി ഉള്ളതാണല്ലോ പാരന്റ്സിനെ നോക്കാനല്ലേ യൂട്യൂബ് വരുമാനം ഉള്ളതെന്ന് പറയുന്നത്. സത്യത്തില് ഒന്ന് ആലോചിച്ച് നോക്കി, ഇനി അടുത്ത ഘട്ടം എന്താണെന്ന് താങ്കൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? അടുത്ത ഘട്ടം എന്തായിരിക്കും? അമ്മൂമ്മ വന്നിട്ട് എന്ത് ചെയ്യുന്നു? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, ഞാൻ പറഞ്ഞതിന് ഇന്നിന്നതാ. ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ യൂട്യൂബൊക്കെ എടുത്തിട്ട് വല്ല കാര്യമുള്ള കാര്യമാണെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ജനത്തിന്റെ ഒരു തലപ്രാന്ത് കൂടി എന്റർടൈൻ. ഇതൊക്കെ കാണുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ചോദിക്കും, താൻ കണ്ടില്ലല്ലോ എന്നാണ് ഇപ്പൊ ആദ്യം താഴെ കമന്റ് വരാൻ പറഞ്ഞത്. ശരിയാണ്, ഞാനിപ്പോ ഇതിനു വേണ്ടി കണ്ടൊരു കാര്യമാണ്. ഞാനല്ലാതെ ഇവരുടെ ഒരു വീഡിയോ, എന്നിട്ട് പോലും ഇപ്പൊ മറ്റവരുടെ വീഡിയോ ഞാൻ മുഴുവനും കണ്ടിട്ടില്ല. ആരുടെ? സിന്ധുകൃഷ്ണയുടെ. കാരണം വെച്ചാൽ എനിക്ക് ഞാൻ ഇതൊന്നും മുഴുവൻ കാണാൻ പോലും എന്നെ കൊണ്ട് പറ്റാറില്ല. ഞാൻ സീരിയൽ ഒരു ദിവസം കാണണമെന്ന് വെച്ചിരുന്നിട്ട് 3 മിനിറ്റ് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് അതിനപ്പുറത്തേക്ക് കാണാൻ പറ്റിയില്ല. ഇവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്നു, അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു, കൊഞ്ചിന്റെ തലക്കറി കൊടുക്കുന്നു, കൊഞ്ച് തല ഫ്രൈ, ബിരിയാണി എല്ലാം ഇങ്ങനെ പുറത്ത് വെച്ച് തന്നെ തുറന്ന് ജനങ്ങളെ കാണിച്ചിട്ട് അമ്മയ്ക്ക് ഇതൊക്കെയാണ് കൊടുത്തത്. അവരുടെ ലൈഫിൽ നമ്മള് ജനങ്ങൾ അറിയാത്ത ഒരു കാര്യങ്ങളും ഇല്ല. പ്രസവം വരെ പുറത്ത് കണ്ടു. പക്ഷെ അതിലും പകുതി തട്ടിപ്പാണെന്നേ. തട്ടിപ്പാണ്. താങ്കൾക്ക് അറിയാഞ്ഞിട്ടാണത്. എനിക്കറിയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്, അവര് തലക്കറി വെച്ച് തിലക്കറി വെച്ച് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. കടയിൽ നിന്ന് മേടിച്ച സാധനമാണ്, മേടിക്കുന്ന സാധനമാണ്. സത്യം പറഞ്ഞ ഒരു ദിവസം തലക്കറി വെച്ച് ഗംഭീരമാണെന്ന് പറഞ്ഞൊരു ഹസ്ബൻഡും വൈഫും. അപ്പൊ ഞാൻ ചെല്ലുമ്പോഴത്തേക്കും ഞാൻ ഗംഭീരമാണെന്ന് അടിപൊളിയെന്ന് ഷൂട്ട് ചെയ്തിട്ടേക്കണേ. എന്നിട്ട് വൈഫും ഹസ്ബൻഡും കൂടി അപ്പൊ തന്നെ പറഞ്ഞു, രജിസ്റ്റർ വന്നിട്ടുണ്ട്, നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എന്താണെന്നറിയാമോ? ഈ ഉണ്ടാക്കി വെച്ച സാധനം കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ പൂർവ്വ അഭിനയമാണ്. അല്ലാതെ ഇതിനപ്പുറത്തേക്ക് താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതിൻ്റെ അകത്ത് ഭയങ്കര മെറിറ്റോറിയസ് ആയിട്ടുള്ള ഒരു കാര്യവും ഇതിനകത്ത് ഇല്ല. പക്ഷെ ജനം മുഴുവൻ വിചാരിക്കുന്നത് ഇതൊക്കെയാണ് ഭയങ്കര ജീവിതം, ഇത് ഗംഭീരമായിട്ട് അവര് ആസ്വദിച്ച് സന്തോഷമായിട്ട് ജീവിച്ച് പോണേണെന്നാണ്. ഇവർ ശരിക്കും ജനങ്ങളെ വിഡ്ഢികളൊക്കെ ചെയ്യുന്നു. ഇതെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞ ഇതിലെ എന്താണ് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്തായിരുന്നു അവര് ഓർക്കണ്ട? എന്താണ് ജിജി മാരിയോ? നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ഓക്കെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാകുന്ന നമ്മളൊക്കെ കെട്ടിപ്പിടിക്കാത്ത നമ്മൾ എന്നുള്ളതാണ് ഭാര്യയെ കാണണം. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ മുത്തം കൊടുക്കാറുണ്ടോ? ആ മുത്തം കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കണ കേൾക്കുമ്പോ തന്നെ മറ്റേ എന്ത് ചെയ്തു പോകും. ഇല്ലേ, ഒരു മറ്റേ നമ്മുടെ കോമഡി പ്രോഗ്രാമിന് പറയുന്നുണ്ട്, അയ്യോ അയ്യോ എന്ന് പറഞ്ഞ അമ്മ കാലുവേന എടുത്തിട്ട് പറയുമ്പോ
മറ്റേ നമ്മുടെ ബിനു അടിമാലി പറഞ്ഞു അമ്മ ചീത്തപ്പടത്തിന്റെ ഒരു അബ്ബി അത് വീട്ടിൽ പോയി മിണ്ടായിരിക്കുമ്പോ എന്ന് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഒരു മുത്തം കൊടുക്കാറുണ്ടോ എന്നൊക്കെ ലാസ്റ്റ് എന്താ ഇവര് തമ്മിൽ ഭയങ്കര എന്നിട്ട് ഇവര് അല്ല അതല്ലെന്ന് ഇവരെന്താ ചെയ്തോണ്ടിരുന്ന ഇവര് ദമ്പതികളെ മര്യാദക്ക് ജീവിക്കാനുള്ള കൗൺസിൽ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പരാതിയായിട്ട് എന്നേക്കണം എന്താണ് ഫോൺ എടുത്ത് തലക്കെട്ടടിച്ച് ചീനച്ചട്ടി എടുത്ത് ഇറങ്ങി ഇവിടെ പരിക്കുണ്ടെന്നും എന്നിട്ട് പുള്ളി ശരിക്കും പറഞ്ഞാൽ വേറൊരു ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തേക്കണം. ആ ഇന്റർവ്യൂ കൊടുത്തപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. പുള്ളി പറഞ്ഞാണ് എത്രയോ വർഷങ്ങളായി ഞാനത് അനുഭവിക്കുന്നതെന്ന് അറിയാം. ഏത് അപ്പൊ കഴിഞ്ഞ എന്നിട്ട് പുള്ളി ക്ലാസ് കൊടുക്കണം ശരിക്കും എങ്ങനെ സുന്ദരമായി ജീവിക്കാം, ടെൻഷൻ ഇല്ലാതെ എന്ത് ചെയ്യാം. ഇവിടെ എനിക്ക് നമ്മളിരിക്കുന്ന സ്റ്റുഡിയോന്റെ അടുത്തൊരു യോഗാചാര്യ ഉണ്ട്. പുള്ളി വലിയ ഫേമസ് ആയിട്ടുള്ള യോഗാചാര്യാണ്. അപ്പൊ പുള്ളിയുടെ യോഗയുടെ നോട്ടീസ് എന്താണെന്നറിയാമോ? യോഗ ചെയ്യൂ നിങ്ങളുടെ ടെൻഷൻ റിലീസ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ എപ്പോഴും പുള്ളിനെ കാണുമ്പോൾ പുള്ളിയുടെ അവസ്ഥ എന്താണെന്നറിയാമോ? ഒന്നും പറയണ്ട, പുതിയ ബാച്ച് അനൗൺസ് ചെയ്ത് ആകെ ആളമായിട്ടില്ല, ടാർജറ്റും തികഞ്ഞിട്ടില്ല, ആകെ ടെൻഷനിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അല്ല നിങ്ങൾ മറ്റേ യോഗയില് രതീഷ് കളിയാക്കാതിരിക്കും, വെറുതെ നമ്മൾ ഇതാണ് ഇവരുടെ സ്ഥിരം നമ്പർ. ഇത് കഷണ്ടിക്ക് മരുന്നുമായിട്ട് വരുന്ന ഡോക്ടർമാരും മുടി മൊത്തം ഇതായിട്ട് വരുന്ന അവസ്ഥ. എന്റെ ഭർത്താവ് വളരെ മറ്റേ നല്ല ആളാണ്, വളരെ ഇതാണെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, ഒരു പ്രകടനമൊക്കെ ഉണ്ടാവും. ഇതിപ്പോ ഞാൻ ഏറ്റവും ആദ്യം തമാശ താങ്കളോടൊരു കാര്യം കൂടി പറയട്ടെ. ഈ നമ്മുടെ അമലാപോളില്ലേ, അമലാപോളിലെ ജോൺ ബിട്ടാസിന് ഇന്റർവ്യൂ ചെയ്യണേട്ട. അമലാപോളും മറ്റേ പുതിയ കല്യാണം കഴിഞ്ഞ, നേരത്തെ കല്യാണം കഴിഞ്ഞു, ഇപ്പഴല്ല നേരത്തെ ഒരു കല്യാണം കഴിഞ്ഞില്ല. അപ്പൊ കല്യാണം കഴിഞ്ഞാണ്. അപ്പൊ അമലാപോളിന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു വെച്ചാൽ അപ്പൊ ജോൺ ബിട്ടാസിന്റെ ഡയലോഗാണ് മറ്റേ പേനയൊക്കെ ഇങ്ങനെ വെച്ചിട്ടെ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ മറ്റേ കയ്യിൽ പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് എന്തോരം സ്നേഹം ഇവരോടുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാം എന്നൊക്കെ പറയാം. ഈ റിലീസ് ചെയ്യാനായിട്ട് ഒരാഴ്ചയായിട്ട് വൈകിയത്, എഡിറ്റൊക്കെ ചെയ്യണമല്ലോ മറ്റേ ഗംഭീരമായിട്ട് എഡിറ്റൊക്കെ ചെയ്ത് റിലീസ് ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഡിവോഴ്സിന്റെ വാർത്ത. ഏത് കരുതൽ കയ്യെ പിടിക്കുന്ന കരുതൽ. നമ്മുടെ നാട്ടിൽ ഒരു കാര്യം ഞാൻ പറയാം, പണ്ടത്തെ സിനിമയൊക്കെ എടുത്ത് പിള്ളേരെ കാണിക്കണം. ഏതാണെന്നറിയാമോ? അയലത്തെ അദ്ദേഹം എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ആ സിനിമയിൽ ജയറാം റൊമാൻറ്റിക് അല്ലാത്ത വെറും മൂരാച്ചിയായിട്ടുള്ള ഭർത്താവാണ്. അപ്പൊ റൊമാൻറ്റിക് അല്ലാത്ത മൂരാച്ചിയായിട്ടുള്ള ഭർത്താവായിരിക്കും ഏത് ഭർത്താവും. കാരണം വെച്ചാൽ അവനിവിടെ അരി മേടിച്ചുകൊണ്ട് തന്നെ വീട്ടിലെ ചിലവിടൽ കൊടുക്കണം, മിക്കവാറും കറണ്ട് ബില്ല് അടക്കണം, ഭാര്യയ്ക്ക് ജോലി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, ജയറാം കുറച്ചുകൂടി കാരണം ഗവൺമെന്റ് ജോലിയുള്ള ഒരു അധ്യാപകനായിട്ടുള്ള പ്രൊഫസറായിട്ടുള്ള ഒരാളാണ്, കോളേജ് അധ്യാപകനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിലൊരു സീനുണ്ട്. ആ സീനാണ് ഇവരുടെ പലരുടെയും വീഡിയോ കാണുമ്പോൾ എനിക്ക് ഓർമ്മ. അതിലൊരു സീൻ എന്താണെന്ന് അറിയാമോ? സിദ്ദിഖ് അവതരിപ്പിക്കുന്ന കഥാപാത്രമുണ്ട്. സിദ്ദിഖ് അവതരിപ്പിക്കുന്ന ആ നടിയുടെ പേര് ഞാൻ വിട്ടു, ഭാര്യയും കൂടി ഇങ്ങോട്ട് പോണേ. അപ്പൊ നിങ്ങൾ എവിടെ പോണേന്ന് ഗൗതമി ചോദിക്കുന്നുണ്ട്, ആര് ജയറാമിന്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, എവിടെ പോണേന്ന് ചോദിക്കുന്നുണ്ട്. ഒരു 1.5 ഡയലോഗാണ്. ആ ഡയലോഗിൽ ഈ വീഡിയോന്റെ എല്ലാ കണ്ടന്റും ഉണ്ട്. ഒന്നുമില്ല, ഞാനൊരു ഇൻസ്റ്റാൾമെന്റുകാരൻ്റെ ഒരു സാരി എടുത്തു. അപ്പൊ ഗൗതമി ചോദിക്കുന്നുണ്ട് അതിന് അല്ല, ആ സാരി സെലക്ഷൻ നന്നായി, അത് ചേട്ടന് ഇഷ്ടപ്പെട്ടു, നല്ല സെലക്ഷൻ ആണെന്ന് തോന്നി. അങ്ങനെ ഒന്നാമത്തെ ഇവന് കടം വരുത്തി വെക്കാൻ ഇൻസ്റ്റാൾമെന്റുകാരുടെ ഒരു സാരി എടുത്തുട്ടാ. ആ സാരിയുടെ സെലക്ഷൻ നന്നായി എന്നുള്ളത് കൊണ്ടിട്ട് എനിക്ക് ഐസ്ക്രീം മേടിച്ചു തരാൻ കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞാൽ അതിനപ്പുറം ഇനി മറ്റേ ഞാൻ കല്യാൺ ജ്വല്ലേഴ്സിനൊക്കെ പരസ്യമില്ലേ, മറ്റേ ഇതിലും അപ്പുറം സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയില്ലേ മറ്റേ പുള്ളി വന്നിട്ട്, അതുപോലെ ഇതിലും അപ്പുറമുള്ള തള്ളു സ്വപ്നങ്ങളിൽ മാത്രം. അപ്പൊ മറ്റേ ഗൗതമിയുടെ നിപ്പുണ്ട്, എന്നിട്ട് നോക്കുന്നുണ്ട് ആരെ, ഇയാള് വെറുതെ ഒരു മൂരാച്ചി ഹസ്ബൻഡ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കണത്. എന്നിട്ട് ജയറാം പിന്നെ അഭിനയിക്കാൻ തുടങ്ങുന്നുണ്ട് ആരെ പുള്ളി എടുത്ത്, ഗൗതമിയുടെ അടുത്ത്. അത് ലാസ്റ്റാണ് അറിയണത് എന്ത്, ഈ സിദ്ദിഖും അതെ അവിടെ തന്നെ താമസിച്ചിരുന്ന തിലകൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ വൈഫുമായിട്ട് ചെറിയ കുൽസിതങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലായ. അവർ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു. എന്നിട്ട് പിടിക്കപ്പെടുമ്പോഴത്തേക്കും പുള്ളി ഹെൽമെറ്റ് വെച്ച് കൊടുക്കുകയും ലാസ്റ്റ് എറിഞ്ഞു പിടിക്കും. അപ്പൊ ഗൗതമി ലാസ്റ്റ് പറയുന്ന ഡയലോഗ് ഉണ്ട്, അവിടെ നിൽക്കട്ടെട്ടാ, എന്റെ മുമ്പിൽ അഭിനയിക്കണ്ട, ഇത് മതി, ഇത്രയും മതി, അല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഇനി റൊമാൻറ്റിക് ഒന്നും ഇല്ല. നമ്മുടെ നാട്ടിലൊന്നും അത് ആളുകൾക്ക് തലക്കുളിവില്ല. ഇപ്പൊ എല്ലാ ദിവസവും വിളിച്ചിട്ട് ചോദിക്കുമല്ലോ, നീ കഴിച്ചോ, രാവിലെ കഴിച്ചോ, ഉച്ചക്ക് കഴിച്ചോ, വൈകുന്നേരം കഴിച്ചോ, രാത്രി കഴിച്ചോന്ന് ചോദിക്കുന്നവന് കഴിച്ചോന്ന് എല്ലാ ദിവസവും ചോദിക്കാം. ഈ പ്രണയവിവാഹങ്ങളൊക്കെ പിന്നീട് പരാജയപ്പെടുന്നെന്നോ മിക്കവാറും പ്രശ്നമെന്ന് പറയാം. ഇങ്ങനെയുള്ള ഒരു സ്നേഹം ഒരു കല്യാണം കഴിഞ്ഞിട്ട് ആലോചിക്കും. രണ്ടിലേതെങ്കിലും ഒന്നേ നടക്കുള്ളൂ എന്ന് ഇവിടുത്തെ പെൺപിള്ളേരും ആൺപിള്ളേരും ഒക്കെ മനസ്സിലാക്കണം. എന്താണെന്നറിയാമോ? ഒന്ന് അരി മേടിച്ചു തരും, രണ്ടാമത്തേത് കഴിച്ചോന്ന് ചോദിക്കും. ഏത് വേണമെന്ന് വെച്ചാൽ അരി മേടിച്ചു തന്നാൽ മതി. പക്ഷെ അരി മേടിച്ച് തരാത്തവൻ എന്ത് ചെയ്യും? എന്റെ ചെറുപ്പത്തിലേക്ക് ഉണ്ടായിട്ട് ഒരുത്തനോട് ചോദിച്ചു, എന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരുത്തൻ സംസാരിക്കുമ്പോൾ കോളേജ് പഠന കാലത്ത് അവൻ പറഞ്ഞേ, നീ കഴിച്ചിട്ടില്ലെങ്കിൽ ഞാനും കഴിക്കില്ലെന്ന് രാത്രിയപ്പോ.
നീ കഴിച്ചിട്ടില്ല നീ അല്ല ഞാൻ തിരക്ക് വൈകിയതുകൊണ്ട് ഞാൻ നേരെ ഹോസ്റ്റലിലേക്ക് വന്നു. അപ്പൊ ഹോസ്റ്റലിൽ ഫുഡില്ല അത് തീർന്നു, ഇനി കഴിക്കാം. അന്ന് നീ കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കണമെന്ന്. എന്റെ തൊട്ട് മുമ്പിൽ 4 പൊറോട്ടയും ബീഫും കഴിച്ചുള്ളു. എന്നിട്ട് എനിക്ക് മേടിച്ച ബീഫിന്റെ പകുതിയും കൂടി എടുത്ത് ഇവർ തട്ടിയിട്ട് എന്ത് ചെയ്ത്? നീ കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കൂല. അപ്പൊ ഞാൻ ഒപ്പള്ളയോട് ചോദിച്ചു, ഇവിടെ എങ്ങനെ സാധിക്കേണ്ടത്? നീ ഇപ്പൊ 4 പൊറോട്ട കഴിച്ചുള്ളു, വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കില്ല. ഞാൻ അവിടെ എഴുന്നേറ്റ് ഓടിക്കളഞ്ഞു. എന്നിട്ട് അവന്റെ അടുത്ത് ഞാൻ കഴിച്ചത്, അല്ലെങ്കിൽ എനിക്ക് തരലെന്ന് പറഞ്ഞിരുന്നാണ്. അപ്പൊ ഇതുപോലെയുള്ള എന്നാ കല്യാണം കഴിയുമ്പോഴത്തേക്ക് അരി മേടിച്ച് തരും, വീട്ടിൽ കൊണ്ട് താനം വരും. എന്നിട്ട് പിന്നെ ഉച്ചക്ക് വിളിച്ച് നീ കഴിച്ചോ? ഇല്ല കഴിച്ചില്ല. മോള് കഴിച്ചില്ലെങ്കിൽ ഞാനും എന്ത് ചെയ്യില്ല, കഴിക്കുന്നില്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതുപോലെയുള്ള ഡയലോഗൊക്കെ എന്ത് ചെയ്യാണ്, വിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചില ആളുകളൊക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ടതാണ്. ഞാൻ ഇവിടുത്തെ പ്രമുഖനായിട്ടുള്ള ഒരു നടനുണ്ട്. ആ നടൻ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിയ ആദ്യത്തെ സീൻ എന്താണെന്നറിയാം? പുള്ളി മറ്റൊരു അവാർഡ് മേടിക്കാൻ വേണ്ടി ഇങ്ങനെ കയറുകയാണ്. അപ്പൊ കയറുന്നതിന് മുമ്പ് പുള്ളി നേരെ ചെന്നിട്ട് ഭാര്യ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മം വെച്ചിട്ടാണ്. അപ്പൊ ഇത് കണ്ടിട്ടിരിക്കുന്ന, ഞാൻ വേറൊരു വീട്ടിലിരിക്കണം, അപ്പൊ കണ്ടിട്ടിരിക്കുന്ന അവിടുത്തെ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറയണേ, എൻ്റെ റിലേറ്റീവാണ്. പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞേ, കണ്ടാ എത്ര സ്നേഹമുള്ള ഭർത്താവ്. സത്യം എന്താണെന്നറിയാമോ? അടിച്ച് കിളി പോയിട്ടിരിക്കണേണ്. ഏത് മറ്റേ സാധനമൊക്കെ അടിച്ച്, കൂടിയ സാധനമൊക്കെ അടിച്ച് കിളി പോയിട്ടിരിക്കുകയാണ്. അപ്പൊ എന്നിട്ട് മൈക്കിലൂടെ അതിൽ പറഞ്ഞു, മൈ വൈഫ് ഇസ് എ വണ്ടർഫുൾ ലേഡി. ഇത് വണ്ടർഫുൾ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്താണ്, ബോധമില്ലാച്ചിട്ടാണ് പറയുന്നത്. ഇതേ നടൻ 3 ദിവസം കാട്ടിലായിരുന്നു. ഞാൻ പേര് പറയല്ല, ഒരു മറ്റേ ഷൂട്ടിന് പോയിട്ട് പുള്ളിനെ 3 ദിവസം കഴിഞ്ഞ് കാട്ടിൽ നിന്ന് ഇങ്ങനെ. പക്ഷെ പുള്ളിക്ക് കാടും വീടും ഒക്കെ ഒരുപോലെ, കാരണം മറ്റേ സാധനം അടിച്ചങ്ങനെയല്ല. അതായത് കരടിയോടൊക്കെ പുള്ളി വേണമെങ്കിൽ എന്ത് ചെയ്യും? വണ്ടർഫുൾ പുള്ളി കരടിയോടൊക്കെ വേണമെങ്കിൽ ലിപ്ലോക്ക് അടിക്കാൻ തയ്യാറാവും, കാരണം വെച്ചാൽ സാധനം അടിച്ചിരിക്കണല്ല. മനസ്സിലായ? അല്ല കാര്യമുണ്ട്. പണ്ട് ഇതുപോലെ ഒരു അനുഭവം എനിക്കുണ്ട്. ഇവിടുത്തെ ഒരു ബാഡ്മിന്റൺ താരമുണ്ട്. അവനൊരു ദിവസം ഒരു മറ്റേ അടിച്ചിട്ട് നിൽക്കണേ, മറ്റേ എന്തോ ഇവന് ആരോ പാവം പിടിച്ച് പയ്യനാണ്, അവന് മറ്റേ വലിക്കാൻ കൊടുത്തു. അത് കഞ്ചാവാറ്റാണ്. വലിച്ചിട്ട് ഇവൻ നിൽക്കുമ്പോ ഇവനൊരു കുഴിയിലേക്ക് വീണിട്ട് ഇവന് ഇത്രോട് ചെറിയൊരു ഒരു താഴ്ചയുള്ളു. അവൻ അതിലേക്ക് വീണിട്ട് അവൻ പറഞ്ഞ പിടിച്ചിട്ടുണ്ട്, എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല, ഞാൻ കയറ്റി വീണ്ടാതെ പറയണ. അപ്പൊ അതുപോലെയുള്ള ആളുകൾ വണ്ടർഫുൾ. അപ്പൊ സത്യം പറഞ്ഞാൽ എന്റെ കസിനാണ് പുള്ളിക്കാരി എന്ന് പറയുന്നത്. കണ്ടോ എത്ര പണം ഉണ്ടായിട്ട് എന്താ ഭാര്യയോടുള്ള പെരുമാറ്റം കണ്ട എന്ന് പറയണ. എന്താ വെച്ചാ മറ്റത് എന്റെ കസിൻ തന്നെയാണ് അവൻ. അപ്പൊ അവൻ ഇവനൊക്കെ എന്ത് കണ്ട ഏത് പല പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. പല പരിപാടിക്ക് ഞാൻ കമ്പനി പോയിട്ടുണ്ട്, ബെസ്റ്റ് അവാർഡൊക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇതുപോലെ നെറ്റിക്ക് ഉമ്മ കൊടുത്തിട്ടല്ല എന്റെ ഭർത്താവ് കയറിയത് അലവലാതെ. എന്റെ ഉയർച്ചയുടെ രഹസ്യം എന്റെ ഭാര്യയാണ്. അപ്പൊ ഇതൊക്കെ വെറും പ്രകടനങ്ങൾ മാത്രമാണ് എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കിയാൽ അവരവർക്ക് കൊള്ളാം. ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയുന്നു, എനിക്ക് എന്റെ കാര്യത്തിൽ എനിക്ക് അമ്മൂമ്മയും വേണ്ട, എനിക്ക് എന്ത് ചെയ്യും, അമ്മൂമ്മ വേണ്ട, കുഞ്ഞമ്മയും വേണ്ട, വേറെ ആരുടെ ഞാൻ ഇവരെയൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പൊ അവർക്ക് അവരുടെ മകളെ കുറിച്ച് നല്ലത് പറയാനുള്ള കാര്യമുണ്ട്. പക്ഷെ പറയുമ്പോൾ ആളുകൾ ഇതുപോലെ ട്രോൾ ചെയ്യും പാവത്തിന്, മനസ്സിലായി? അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്വന്തം വീട്ടിലിരിക്കുന്ന കഞ്ഞി ഓർത്ത് എനിക്ക് കൊതിക്കേണ്ട കാര്യം ഇല്ല. ഇനി തൊട്ട ഓപ്പോസിറ്റ് അവിടെ ചെന്നെങ്കിൽ കുഴി കുത്തണമെന്നുണ്ടെങ്കിൽ കുഴി കുത്തിയിട്ട് എന്ത് ചെയ്തു, കഴിക്കേണ്ട ആവശ്യം. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര മറ്റേ ലക്ഷറി ആയി ഭയങ്കരമായി ജീവിച്ചു പോകുന്ന ആളുകളാണ് എന്നുള്ളതൊന്നും ആരും ധരിക്കണ്ട. അങ്ങനെ ധരിക്കാതെ ഈ വീഡിയോ കാണാതിരുന്നാൽ നിങ്ങൾക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവും. പിന്നെ ആകെയുള്ള ഒരൊറ്റ റിക്വസ്റ്റും കൂടെയുള്ളു, പ്ലീസ് അമ്മൂമ്മയോടും മറ്റേ കാനഡ കസിനോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് യാതൊരുവിധ മോശമായിട്ടുള്ള ധാരണയും ഇല്ല. നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനുള്ള വീഡിയോയുമായിട്ട്, അതെന്തായിരിക്കും എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, അതുപോലത്തെ ഒരു വീഡിയോയുമായിട്ട് ദൈവത്തെ ഓർത്ത് ഈ കേരളം അല്ലെങ്കിൽ തന്നെ ചപ്പ് ചവറുകൾ കൊണ്ട് ആകെ മലീമസമായിരിക്കുകയാണ്. വീണ്ടും അതിലേക്ക് ഇതുപോലെയുള്ള വേസ്റ്റുകൾ പെറുക്കിയിടല്ലേ എൻ്റെ പ്രിയപ്പെട്ട അമ്മൂമ്മേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ അടുത്തൊരു വീഡിയോ വന്നാൽ അത് ഭീകരമായിരിക്കും. അതുകൊണ്ട് നിർത്തുക. സിന്ധു കൃഷ്ണകുമാറോട് ഇതിന്റെ പോലും ആവശ്യമില്ലായിരുന്നു. ഇനി ഈ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് അവരവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോട്ടെ. വേറെ പല കാര്യങ്ങളൊക്കെ ചെയ്ത് ആളുകൾ കാണുന്നതൊക്കെ കണ്ടോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇത്രയും ഓവറാക്കരുത്.